വൈകുന്നേരം സമയത്തിലായി എത്ര മണിയായി? 5 മണി കഴിഞ്ഞല്ലേ? നിങ്ങൾ സ്കൂളെല്ലാം വിട്ട് വന്ന് കുളിച്ച് അല്ലേ? എന്നാ കഴിക്കുന്ന രണ്ടുപേരും? മസാലക്കടല ഇവിടെ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിനല്ലോ പറമ്പിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ. ഞാൻ പിന്നെ ഒരു പോട്ട് വാങ്ങിയതിൻ്റെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് പ്ലാന്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇത് അവിടെ ഏതെങ്കിലും തോട്ടത്തിലുണ്ടായിരുന്നൊരു ചെമ്പകമായിരുന്നു. നമ്മൾ നട്ടിട്ട് ഒരുപാട് നാളായി, ഒരുപാട് വർഷമായി. പക്ഷേ പൂവുണ്ടായില്ല. ഒരു തവണ എങ്ങാനും പൂവുണ്ടായിന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ അവിടെ നിന്ന് ചോലയിലായതുകൊണ്ട് നന്നായില്ല. അത് അവിടെ നിന്ന് പൊരിച്ചിട്ട് നമ്മൾ ഇവിടത്തോട്ട് ആൻറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇത് പൊൻചെമ്പകമാണ് കേട്ടോ. പൊൻചെമ്പകമാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അതവിടെ ഉണ്ടായിരുന്നു. ഇത് വാങ്ങിയത് തന്നെയാണ് നഴ്സറിയിൽ നിന്ന്. പിന്നെ ഇത് ഒരു പേരയാണ്. അതിൻ്റെ തായ്ലൻഡ് അതാണ് ഇതിൻ്റെ പേരല്ലേ. ഒരു ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എന്തെങ്കിലും കൊത്തി തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കവറിട്ടേക്കാണ്. അതെന്തായാലും ഇന്ന് പറിക്കല്ലേ ശ്രീകുട്ടി? പേരൊക്കെ കുറേ ദിവസമായി ഇവർ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്തിട്ട് നന്നായിട്ട് വലുപ്പമാവും കേട്ടോ. അത് ഇപ്പോൾ പറിക്കുമ്പോൾ ഉള്ള വലുപ്പം മാത്രമല്ല, നന്നായിട്ട് വലുപ്പം. പക്ഷെ നമുക്ക് ക്ഷമയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് ഇത് മൾബറി. നട്ട അന്ന് തൊട്ട് ഇവൻ ബുക്ക് ചെയ്തതാണ്. ഇത് എൻ്റെ മൾബറിയാണ് പറഞ്ഞിട്ട് പപ്പ തന്നത്. ഇത് പാകിസ്ഥാൻ മൾബറി, അങ്ങനെ അതിൻ്റെ പേര്, പാകിസ്ഥാൻ മൾബറി. ഇത് ഭയങ്കര ലെങ്ത് ആയിരിക്കും കേട്ടോ. നല്ല നീളം ഉണ്ടായി മൾബറി ഉണ്ടായി കഴിഞ്ഞാൽ. ഇവിടെ 1-2 തവണയൊക്കെ ഉണ്ടായി, കുറേ ഉണ്ടായിട്ടുണ്ട്. നല്ല ലെങ്ത്ത്, നമ്മൾ സാധാരണ മൾബറീനെക്കാട്ടും നല്ല ലെങ്ത്ത് ഉണ്ട് ഇതിന്. പിന്നെ അടുത്ത് എന്താണ് ഇപ്പം ഇത് മെയിനായിട്ട് എന്താ ഒരു പോട്ടിൽ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ പോട്ട് ഫുള്ളെല്ലാം ഓരോ ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട്. അറിയുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തു. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഞാൻ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയല്ലോ, അപ്പം അതിൻ്റെ ബാക്കി അവിടെ നിന്ന് തന്നെ കാണിക്കല്ലേ. അപ്പോൾ ഇതല്ലേ പറയാതെ ഇത് നാൻസ്. ഇതിൻ്റെ 2 വെറൈറ്റി, യെല്ലോ റെഡും ഉണ്ട്. ഇത് യെല്ലോ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് നാൻസ്. എന്തൊക്കെ വെറൈറ്റി പേരെല്ലാം ഓർമ്മിച്ച് വെക്കണമെങ്കിൽ. പിന്നെ വന്നത് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് പ്ലം, ഇതാണ് ഇതിൻ്റെ പേര്. പൂവൊക്കെ ഉണ്ട്. ഫ്രൂട്ടായി കിട്ടിയ ഭാഗ്യം, രക്ഷപ്പെട്ടു. അല്ലടാ, ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മിറാക്കിൾ. ഇത് അവിടെ ഏതെങ്കിലും തോട്ടത്തിലുണ്ടായിരുന്നതാ. അത് അങ്ങനെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മിറാക്കിളിൽ. പിന്നെ ഇത് ഒരുപാട് മിറാക്കിൾ ഉണ്ടായിട്ടുണ്ട്. മിറാക്കിളിന്റെ ഫ്ലവർ വന്നിട്ട് നല്ല സ്മെല്ലാണ് അല്ലേ, വിരിഞ്ഞു കഴിഞ്ഞാല്. എവിടെ കുഞ്ഞു ഫ്ലവറാണ്, പക്ഷെ നല്ല സ്മെല്ലാണ് അതിന്. അടുത്തേതാ? പിന്നെ വന്നിട്ട് ഇതൊരു ജാമ്പ. ഇത് തായ് ബെൽ ജാമ്പ. ഇതൊരു വെറൈറ്റി ജാമ്പൊക്കെയാണ്. പിന്നെ ഇത് മക്കോട്ട ദേവ അല്ലേ. ഇത് ഷുഗറിന് ഏറ്റവും നല്ലൊരിതാ. ഇതിൻ്റെ കായ ഉണക്കിയിട്ട് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ട് കുറയും. എൻ്റെ അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം അമ്മക്ക് ഷുഗറൊക്കെ നോർമലായി. പിന്നെ അടുത്ത വന്നിട്ട് നീ പറ എന്നാ ശ്രീകുട്ട ഇതിൻ്റെ പേര് നീ പറ. എന്നാ പേര് അതിൻ്റെ പേര്? അടുത്തതാ ഇത് കൊക്കോപ്ലം. അതാട്ടോ ഇതിൻ്റെ പേര്, കൊക്കോപ്ലം. അടുത്തതാ ഇത് വലിയ ഒരു പ്ലാന്റ് ആട്ടോ.
ഇത് ഒലോസാപ്പോ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇതെല്ലാം ഉണ്ടായിട്ട് വേണം ഇത് പൊളിച്ചെടുക്കാൻ. ഇതൊക്കെ റേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ. ഇതിനൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇത് നീ പറ. ഞാറക്കിയ വൈറ്റ് ഞാറ അല്ലേ? ആ ഇത് വൈറ്റ് ഞാവലാണ്. നമ്മൾ ഞാവലിൻ്റെ എന്താണ് മറ്റേ ഒരു വയലറ്റ് കളർ അതല്ലേ ഞാനിതുവരെ അതേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് പക്ഷേ വൈറ്റ് ഞാവലാണ്. നോക്കാം എങ്ങനെ ഇരിക്കുന്നേ ഉണ്ടായിട്ട്. ഇത് ഏതായിരുന്നു എന്നാ പറ നീ പറ. ഇതിൻ്റെ പേര് ജബോട്ടിക്കാവ. അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത ഫ്രൂട്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല, ഇത് ചെയ്യണം. ഇതിങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇത് അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക്ബെറി ജാം. ബ്ലാക്ക്ബെറി ജാം അല്ലേ? ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഇതാണ് പേര് കേട്ടോ. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അടുത്താണ് ഇത്. ഇതൊരു രണ്ട് ഒന്നാ ഇല്ലടാ മാറ്റമുണ്ട്. സാരമില്ല. അടുത്തത് ഇതാ. ഇത് ബ്ലാക്ക് സുറിനാം ചെറി. ഇതിൻ്റെ പേര് ബ്ലാക്ക് സുറിനാം ചെറി. ഇതിൻ്റെ പേര് ജബോട്ടിക്കാവ. അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ജബോട്ടിക്കാവയുടെ പ്രിക്കോസിയാണ് കേട്ടോ. ഹൈബ്രിഡും ഉണ്ട്, പ്രിക്കോസിൻ്റെ. അതിൽ പ്രിക്കോസിയാണിത്. ഇതല്ലേ ഇതെന്തിനു അരസാബ്. ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് വിയർപ്പിന് വരെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ സ്മെല്ലായിരിക്കും എന്നാണ് പറയുന്നത്. ഞാനൊരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതിൻ്റെ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഈ ഫ്രൂട്ട് കഴിക്കാനൊന്നും വലിയ അത്ര ടേസ്റ്റ് ആയി തോന്നില്ല. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ഇതാണ്. വെറൈറ്റി ഫ്രൂട്ടാണിത്. പഴുത്തിട്ടാണ് കഴിക്കുന്നത്. നല്ല യെല്ലോ കളറാവും നല്ല. പക്ഷെ എനിക്കെന്താ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നല്ലോ കേട്ടോ. പക്ഷെ അടിപൊളി ഫ്രൂട്ടാണ്. അടുത്തത് ഇതാണ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താ ശ്രീകുട്ടാ? നീ പറഞ്ഞോ? അറിയില്ലല്ലേ? ഈ ഫ്രൂട്ടിൻ്റെ പേര് സ്വീറ്റ് കോകം. ഇതും അങ്ങനെ തന്നെ. റെഡും യെല്ലോ ഉണ്ട്. ഇതും യെല്ലോ ആണ് കേട്ടോ. പിന്നെ അടുത്ത ഇത് സപ്പോട്ട. എന്ത് സപ്പോട്ടയാ ശ്രീകുട്ടി ഇത് പറഞ്ഞ? ഇല്ല, ഇത് വെറൈറ്റി ആയിട്ടുള്ള സപ്പോട്ടയാണ്. നല്ല മഴയുണ്ട്, ഇടിയുണ്ടല്ലേ ശ്രീകുട്ടാ? കിടി പേടിയുണ്ടാ? മുടി സൈഡോട്ടാക്കടാ. ലുക്കില്ല കേട്ടാ വീഡിയോയിൽ നിന്നാ മുടി അടിപൊളിയാക്ക്. അപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ പേര് ഇതാണ്, ബനാന സപ്പോട്ടയാണ്. ഇനി ഇതിൻ്റെ പേര് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. ഭയങ്കര അല്ലേ? സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ? മധുരമാണ്. അതൊക്കെ നമ്മൾ ആദ്യം വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ടിനെ കുറിച്ചെല്ലാം. പിന്നെ അടുത്ത ഇതാ ഈ ഫ്രൂട്ട്. ഇത് സ്വീറ്റ് ലൂബിക്ക. പിന്നെ ഇത് വന്നിട്ട് ഇത് സെഡാർബേ ചെറി. അടുത്തത് ഇത് നമ്മുടെ ഇത് ദന്തപാല. അതിപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ പുതിയ ഇല വന്നതാട്ടോ. പിന്നെ ഇത് ഒരു വെറൈറ്റി പേരയാണ്. ഇത് VNR പേരൊക്കെയാണ്, VNR ഗോവ. പിന്നെ ഇത് കുടംപുളിയാണ്, കുടംപുളി. ഇത് ഇട്ട് മീൻകറിയൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റ് അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത് നമ്മളിപ്പം അവിടെ നിന്നൊരു ചെങ്കതേളിയുടെ വാഴയുടെ കന്ന് പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് പൊരിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് നട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇനി അത് കുറച്ചുകൂടി മണ്ണിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ വൈകുന്നേരം നൈറ്റ് ഏകദേശം സെറ്റാക്കുക പരിപാടിയൊക്കെ. പിന്നെ ഇത് ബ്ലാക്ക് സുറിനാം ചെറിയാണ്. പിന്നെ കറിവേപ്പിലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബറാബയുടെ ഒരു അല്ല ഇതാണ് കേട്ടോ. ഇതെന്താന്ന് പറയുക? ഇത് തേയിലയാണ്, തേയിലയാണിത്.
പിന്നെ അവിടെ ബറാബയുടെ ഒരു തൈ നട്ടിട്ടുണ്ട്. കുറച്ച് ചെടി ഒന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. നമുക്ക് മുറ്റമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വാങ്ങുന്ന ടൈമിൽ ഒരു 1-2 പൂവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുറേ മുന്നേ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇത്രയും പൂക്കളുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഇതെവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പൂവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കുറച്ച് താഴത്തോട്ട് വെച്ച് നല്ല കട്ട് ചെയ്ത് കൊടുത്താൽ മതി പനിനീർ. നന്നായിട്ട് പിന്നെയും തളിര് വന്നിട്ട് അങ്ങനെ പൂവ് വന്നോളും. പിന്നെ എന്താണ് കുറച്ച് ചെടികൾ ഇതൊന്നും സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നിന്നേ ഉള്ളൂ എല്ലാം. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ. ഞാൻ ഇന്നലെ നട്ടതാണ്, പക്ഷെ കുറച്ച് വാടിപ്പോയി. ഇനി വെള്ളമൊക്കെ നനയ്ക്കണം. കുറച്ച് ഇങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത്. ഇത് വയലറ്റ് അരിപ്പൂവാണ്, വയലറ്റ് അരിപ്പൂ. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് തീയുടെ നിറം പോലെയുണ്ട് ഇതിന് പൂവ് കാണാൻ. നിറയെ പൂവ് വിരിഞ്ഞ നല്ല ഭംഗിയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് ഈ ചെക്കി. ഞാൻ പറഞ്ഞില്ലേടാ, ഇത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിനെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് അതിൻ്റെ ഇതുകൂടി കുറച്ച് 2-3 തൈ എടുത്തിട്ട് മാറ്റി പ്ലാന്റ് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിന് പൂവ് ആടിപ്പോയിട്ടോ വൈകുന്നേരം ആയതുകൊണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ചെടി. അമ്മ തന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂവ്. അങ്ങനെ സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഇത് രാജമല്ലിക അതാട്ടോ, റെഡാണ് ഇത്, റെഡ് കളർ. അതിൻ്റെ വൈറ്റുണ്ട്, യെല്ലോ ഒക്കെ ഉണ്ട്. അത് ഒരു തൈ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത്. പിന്നെ ഇത് പൂപ്പൊലി കാണാൻ പോയ ടൈമിൽ വാങ്ങിയതാട്ടോ. നല്ല ഇതിൽ നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നൊരു പനിനീർ വാങ്ങി. പൂവ് ഞാൻ കട്ട് ചെയ്തു. ഇത് വെയിലത്ത് വെച്ചിട്ടില്ല, ഇതിവിടെ പോർച്ച് തന്നെ വെച്ച് വെയിൽ കൊള്ളാതെ 2 ദിവസം കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് വെക്കാമെന്ന് ചോദിച്ചു. രസമാണ്, നല്ല രസമാണ്. ഇത് അരിപ്പുവാണ് കേട്ടോ. പിന്നെ കുറച്ച് പനിനീരുണ്ട്. പിന്നെ ഇത് വെറൈറ്റി നല്ല വൈറ്റ് പൂവാണ്. നല്ല പൂവുണ്ട്. നല്ല രസമാണ്. ഇലയുടെ കുഞ്ഞു കുഞ്ഞ വലിയ ഇലയോ ചെറുത്. ഇത് അടിപൊളി പൂവാട്ടോ. ഇതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമുണ്ട്. തുളസി. പിന്നെ ഇവിടെ ഈ ഒരു ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. ഇത് പർപ്പിളും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇത് ഗ്രീനാണ്. ഇത് കുറേ പൂവ് ഇതൊക്കെ വരുന്നുണ്ട്. ഫ്രൂട്ടും ചെറുങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ബാക്കിയായില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. ഒന്ന് ഫ്രൂട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ അതാ ഒരു അബിയു ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അബിയു നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബട്ടർ ഫ്രൂട്ട് നല്ല വലിപ്പമായി. ഇത് കുറേ ആയി നട്ടിട്ട് ഇവിടെ. വേറൊരു ഫ്രൂട്ടാണ് ഇത്. ഇത് ഒരു അടിപൊളി ഫ്രൂട്ടാണ്, മാമി സപ്പോട്ട. ഇതിനങ്ങനെ കേട്ടോ പറയാ. ഇതൊരുപാട് റേറ്റുള്ളൊരു ഫ്രൂട്ടാണ്, മാമി സപ്പോട്ട. പിന്നെ ഒരുപാട് ചെടിയൊന്നുമില്ല, എല്ലാം റെഡിയാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് വേറൊരു പേരക്കയാണ് കേട്ടോ. ഇതാണ് യെല്ലോ സ്ട്രോബെറി ഗോവ. അതായത് ഇതിൻ്റെ യെല്ലോ ഉണ്ട്, റെഡും ഉണ്ട്. അതിൽ യെല്ലോ സ്ട്രോബെറി ഗോവയാണിത്. പിന്നെ ഇത് പനിനീർ, ഇത് ചെക്കി, അങ്ങനെയൊക്കെയാണ്. ഇത് എൻ്റെ ഡാലി കേട്ടോ. ഞാൻ ഒന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ എന്താണ് വിത്തൊക്കെ പുറത്ത് വന്നതുകൊണ്ട് അയ്യോ അതാണല്ലേ നീ ഇന്നലെ അതൊക്കെ എടുത്തിട്ട് അവള് സെറ്റ് ചെയ്താണ്ട്. നല്ല രസമുണ്ട്. കുറേ ഉണ്ടല്ലോ പൂവത്. എന്നാ പിന്നെ അതതിൻ്റെ പൂവാ, പൂവല്ല എന്നാ പൂവ് കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്താവുന്നതായിരിക്കും അത്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് വിത്താവുന്നേ. ഇത് നമുക്ക് പേരക്ക പറിക്കാം. ശ്രീകുട്ടി പറിക്കാം, പേരക്ക പറിക്കാം.
എൻ്റെ മുഖത്തേക്ക് അത്. എടാ നമുക്ക് ഇത് പറിക്കാം, പേരക്ക പറിക്കാം. എന്നാല് നമ്മള് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഏട്ടൻ പറഞ്ഞതാണ് ഇനിയും നന്നായിട്ട് വലുപ്പമാവുന്നൊക്കെ. പക്ഷെ നമുക്കിത് പറിക്കാം ഇന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും പോട്ട് നല്ല ഭംഗിയുണ്ടാവും ഇതിങ്ങനെ. ആ പോട്ട് ഇങ്ങനെ എന്താ പറയുക ലൈനായിട്ട് വെച്ചിട്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് പോട്ടിൻ്റെ വീഡിയോ ഇടാൻ തന്നെ കാരണം അതാണ്. നല്ല ഭംഗിയുണ്ട് അത് ഗാർഡനിലൊക്കെ വെച്ചാൽ തന്നെ. അപ്പം നമുക്ക് ഈ പേരക്ക എവിടെ ഈ പേരക്ക നമുക്ക് പറിച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യലല്ലേ, പേരക്ക പറിക്കാം. ക്യാമറമാൻ ലെവിൻ ലാലുവിനോടൊപ്പം ലാനിയ. ഇതാ നമ്മളെ കവറ് ആദ്യം മാറ്റാം. പേരകില വരും. ഇത്ര വലുപ്പമായി. പക്ഷെ ഇതിലും നല്ല വലുപ്പം വരും എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല. ഇതാ അപ്പൊ ഇത്ര ഹൈറ്റ് ഉള്ളൂ കേട്ടാ. പറിക്കാൻ പോവുകയാണേ. ആരാ പറയുന്നേ? നേരത്തെ ശ്രീകുട്ടി പറഞ്ഞു, ഏച്ചി പറഞ്ഞിട്ടില്ല ഞാൻ പറിക്കട്ടെ. രണ്ടാളും കൈ വെച്ചിട്ട് രണ്ടാളും കൂടി പറിച്ചു. രണ്ടാളും എടുത്തിട്ട് പേരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? എടാ അതിന്റെ കൈ വിട്. റെഡി? തിരിച്ചെടുക്കുക. പൊട്ടിച്ച മോളോട്ടേക്ക് ഇങ്ങനെ പൊന്തിക്ക് വേണ്ട മറിയ. ഞാൻ എടുക്കട്ടെ. സിമ്പിളായിട്ട് എടുക്ക. അതിനാ നീ രണ്ടുപേരും കൂടി. നിന്നെ വിടൂല. ഇത്ര സിമ്പിളായിട്ട് ഞാനിങ്ങെടുത്ത്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. കഴുകാം. നമുക്ക് പേരക്ക കഴുകി എടുക്കട്ടോ. വേണ്ട, പേരക്ക നന്നായിട്ട് കഴുകി. നല്ല പിങ്കായി. ലൈറ്റ് പിങ്ക് കളറാട്ടോ. ഒന്ന് ഇതിലും നല്ല വലുപ്പമായി കഴിഞ്ഞാൽ നല്ല കളർ വരും. ഇനിയിപ്പോൾ ഏട്ടൻ്റെ വഴക്ക് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മൾ ക്ഷമയില്ലാണ്ട് പറിച്ചിട്ടല്ലേ. ശ്രീകുട്ടനെ ഫസ്റ്റ് വേണം. ശ്രീകുട്ടനെ ഫസ്റ്റ്. ഗാനുട്ടിന്നാ ഇത് എനിക്കും ഏട്ടനും. അടിപൊളി. പപ്പോസിന് ഒരു കഷ്ണം വെക്കാം, ഒരു കഷ്ണം ഞാൻ തിന്നാം. നോക്കട്ടെ മധുരം ഉണ്ടോ നോക്കട്ടെ. മധുരമുണ്ട്, നല്ല രസം. ഞാനുണ്ട്. മധുരം ഉണ്ടോ? എന്നാ ചെയ്യുന്നത്? കഴിക്കുന്നില്ല? കഷ്ണാക്കി. ഭൂമി പോലെ. ഇപ്പം നമ്മൾ പേരക്കാലം തിന്നട്ടെ. തീരാനായി. തിന്നാനൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.